നമസ്തേ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു രംഗം. ഒരു മുസ്ലിം യുവ ഡോക്ടർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ വേദിയിലേക്ക് എത്തുന്നു. പിന്നീട് അവർ പറയുന്ന ഓരോ വാക്കും ഓഡിറ്റോറിയം മുഴുവൻ കയ്യടിയോടെ ഏറ്റെടുക്കുന്നു. അതിലും ശ്രദ്ധേയമായത് അവർ അവസാനം പറഞ്ഞ ഒരു വാചകമാണ്: ഭാവിയിൽ നിങ്ങളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വാചകം കേട്ടതോടെ വീഡിയോ രാജ്യത്താകെ വൈറലായി. പക്ഷേ ആരാണ് ഈ ഡോക്ടർ? എന്തുകൊണ്ടാണ് അവർ യോഗിയെ ഇങ്ങനെ പ്രശംസിച്ചത്? അവരുടെ ജീവിതത്തിൽ എന്താണ് മാറിയത്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. माननीय मुख्यमंत्री जी नमस्कार। मेरा नाम डॉक्टर हिरा राशिद है और मुझे ये कहते हुए बड़ा गर्व महसूस हो रहा है कि जिस भूमि पर मेरे पिताजी अन्न उगाते थे, आज उसी भूमि से उड़ान भर के मैं आपसे मिलने आई हूँ। एक ऐसा टाइम था जब नेट तक नहीं था, पढ़ने की कोई सुविधा इतनी अच्छी नहीं थी, स्कूल जाने के लिए बसेस ठीक से नहीं होती थी। पर जैसे जैसे विकास हुआ, हमारे क्षेत्र में तरक्की बढ़ी, सुविधाएं आई, उससे ही मैंने नीट 2021 में निकाला बिना किसी कोचिंग के, और जो भी सुविधाएं थी उसी से लेकर। तो ये सब आपकी वजह से ही हो पाया है। बहुत बहुत शुक्रिया आपका। इसलिए मैं आपकी बहुत शुक्रगुजार हूँ और मैं चाहती हूँ कि आप भविष्य में प्रधानमंत्री के रूप में भी रहें। എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ആ കുട്ടി പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഹലോ മുഖ്യമന്ത്രി, എൻ്റെ പേര് ഡോക്ടർ ഹിറ റാഷിദ്. എൻ്റെ പിതാവ് ഒരിക്കൽ കൃഷി ചെയ്തിരുന്നു. അതേ നാട്ടിൽ നിന്നാണ് ഇന്ന് നിങ്ങളെ കാണാൻ ഞാൻ പറന്നു വന്നതെന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. മുമ്പ് ജവാറിൽ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ടായിരുന്നില്ല. വിമാനത്താവള നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് വികസനം ആരംഭിച്ചത്. 2021 ഒരു പരിശീലനവുമില്ലാതെ ഞാൻ നീറ്റ് പരീക്ഷ പാസ്സായി. ഇതിനെല്ലാം ഞാൻ നന്ദിയുള്ളവളാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച വീഡിയോകളിൽ ഒന്നാണ് ഡോക്ടർ ഹിറ റാഷിദിന്റെ പ്രസംഗം. വേദിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇരിക്കുന്നു. മുന്നിൽ കർഷകരും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും. അപ്പോഴാണ് ഡോക്ടർ ഹിറ റാഷിദ് മൈക്കിന് മുന്നിലേക്ക് എത്തുന്നത്. അവർ ആദ്യം സ്വയം പരിചയപ്പെടുത്തി: എൻ്റെ പേര് ഡോക്ടർ ഹിറ റാഷിദ്. തുടർന്ന് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഡോക്ടർ ഹിറ റാഷിദ് ഉത്തർപ്രദേശിലെ ജവാർ മേഖലയിലാണ് വളർന്നത്. അവിടെ നിന്നാണ് പിന്നീട് മെഡിക്കൽ പഠനത്തിലേക്ക് എത്തിയത്. 2021 അവർ നീറ്റ് പരീക്ഷ വിജയിച്ചു. ശേഷം അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. അവർ പറഞ്ഞത് എന്താണ്? ഹിറ റാഷിദിന്റെ വാക്കുകൾ പ്രകാരം ഒരു കാലത്ത് ജവാർ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. ഇന്റർനെറ്റ് പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ജവാർ അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതി ആരംഭിച്ചതിന് ശേഷം പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ വന്നുവെന്നാണ് അവർ പറയുന്നത്. റോഡുകൾ വികസിച്ചു, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു, വിദ്യാഭ്യാസത്തിനും പുതിയ അവസരങ്ങൾ ലഭിച്ചു. യോഗി ആദിത്യനാഥ് UP-യിൽ നടപ്പാക്കുന്ന പ്രാദേശിക വികസനത്തെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് ഡോക്ടർ ഹിറ റാഷിദ് പുകഴ്ത്തിയത്. പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇതായിരുന്നു: സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളിൽ പഠിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ സർക്കാർ ഒരുക്കിയ സൗകര്യങ്ങളും ലഭ്യമായ പഠന പിന്തുണയും ഉപയോഗിച്ചാണ് താൻ നീറ്റ് പരീക്ഷ വിജയിച്ചതെന്ന് അവർ പറഞ്ഞു. അത് സ്വന്തം ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നുവെന്നും ആ പെൺകുട്ടി കൂട്ടിച്ചേർത്തു. ഈ അനുഭവമാണ് ആ പെൺകുട്ടി വേദിയിൽ എല്ലാവരുടെയും മുന്നിൽ പങ്കുവച്ചത്. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവള നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയ കർഷകരെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായിരുന്നു ഈ പരിപാടി. ആ കുടുംബങ്ങളെ ലക്നൌവിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജവാർ വിമാനത്താവളത്തിൽ നിന്ന് പറന്ന ആദ്യ വിമാനത്തിലാണ് ഈ കർഷക കുടുംബാംഗങ്ങൾ ലക്നൌവിലെത്തിയത്. ഡോക്ടർ ഹിറ റാഷിദും ആ സംഘത്തിലുണ്ടായിരുന്നു. പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഡോക്ടർ ഹിറ റാഷിദ് ഒരു വ്യക്തിപരമായ അഭിപ്രായം പങ്കുവച്ചു. ഭാവിയിൽ യോഗി ആദിത്യനാഥിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. ഈ അഭിപ്രായം അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടാണ്. അതാണ് ഈ വീഡിയോ വൈറലാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന്. വേദിയിലിരുന്ന യോഗി ആദിത്യനാഥ് പ്രസംഗം മുഴുവൻ ശാന്തമായി കേട്ടിരുന്നു. ഇതെല്ലാം കേട്ടു പ്രത്യേകിച്ച് ആനന്ദമൊന്നും പ്രകടിപ്പിക്കാതെ സ്വതസിദ്ധമായ ചെറുപുഞ്ചിരിയോടെ യോഗി ആദിത്യനാഥ് വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നവർ കയ്യടിയോടെയാണ് ഈ പ്രസംഗത്തെ സ്വീകരിച്ചത്. ഈ വീഡിയോയെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു വിഭാഗം പറയുന്നു വികസന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയ അനുഭവം ഒരു യുവ ഡോക്ടർ പങ്കുവച്ചതാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് രാഷ്ട്രീയമായി വ്യത്യസ്ത രീതിയിൽ വിലയിരുത്തുന്നു. ജനാധിപത്യത്തിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഡോക്ടർ ഹിറ റാഷിദ് പറഞ്ഞത് അവരുടെ സ്വന്തം അനുഭവവും അഭിപ്രായവുമാണെന്ന് ഓർക്കേണ്ടതാണ്. അത് മുഴുവൻ ഒരു സമൂഹത്തിന്റെ അഭിപ്രായമായി കണക്കാക്കാനാവില്ല. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം, ഒരു പ്രസംഗം, ഒരു വീഡിയോ ഇവ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഡോക്ടർ ഹിറ റാഷിദിന്റെ പ്രസംഗവും അതിലൊന്നാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമേ ഒരു വിഭാഗത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് കഠിനമായ വെറുപ്പുള്ളൂ. ഉത്തർപ്രദേശിൽ മുസ്ലിം ജനവിഭാഗത്തിന് അത്രമേൽ ഇഷ്ടമാണ് യോഗി ആദിത്യനാഥിനോട്. കാരണം അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, യുപിയെ ജാതിയോ മതമോ നോക്കാതെ വികസിപ്പിക്കാനുള്ള ത്വര, അങ്ങനെ നിരത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വികസനം, വിദ്യാഭ്യാസം, അവസരങ്ങൾ ഇവയെക്കുറിച്ചുള്ള അവരുടെ അനുഭവം ഇന്ന് രാജ്യവ്യാപകമായി ചർച്ചയാകുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.